ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളെ നിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് കേക്ക് മേടിക്കാൻ നമ്മൾ കേക്കിൻ്റെ ഒരു ഷോപ്പിലേക്കാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓളെ പേര് ഇതാണ് ഗൈസ്. അപ്പോൾ നമ്മളെ ഈ കടൻ്റെ പേര് KKM ബേക്സ് എന്നാണ് ഈ കടൻ്റെ പേര്. നമ്മളപ്പാൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പ് തന്നെയാണിത്. അപ്പോൾ ഓളെ ബർത്ത്ഡേ ആണ്. ഓളോട് പറഞ്ഞിട്ടില്ല, സർപ്രൈസ് ആയിക്കാണ്ട് നമ്മൾ കേക്ക് ഇട്ടാണ്ട് പോവാണ്. സാധനം മേടിച്ച് നമ്മൾ KKM ബേക്കേഴ്സ് ഇവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. അമ്മ, കുട്ടീനോട് നിങ്ങൾ എന്താ പറഞ്ഞു? കേക്കോൾ എന്താ ചോദിച്ചു? കേക്കിന്റെ കാര്യം ചോദിച്ചോ? രാവിലെ തന്നെ അപ്പൊ നിങ്ങളെന്താണ് നീ കൊണ്ടുവരണില്ലാന്ന് പറഞ്ഞാട്ടാ. കേക്ക് കൊടുക്കണു. ഇത് ഇനി ഇവിടെ വെക്കുക. ഓള് ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്ന ആളല്ലല്ലോ. ഇത് ഇങ്ങോട്ട് വരി, ഇത് കാണാതെ കയറണം. എനിക്ക് ഞാൻ ഫസ്റ്റ് കയറാം. ഒറ്റ മിനിറ്റ്, ഇനി ഫ്രിഡ്ജിൽ വെക്കട്ടെ ഗൈസ്. കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജ് ഞാൻ ലോക്ക് ചെയ്യാണ്. ഇതിൻ്റെ ചാവി എവിടെയാണാവോ? ഇനി ഫ്രിഡ്ജ് ലോക്ക് ഉണ്ടല്ലേ ഗൈസ്. ഫ്രിഡ്ജ് ലോക്ക് ചെയ്യാണ്. ഇനി തുറന്ന് നോക്കുമ്പോൾ ലോക്ക് ആയിക്കൊണ്ടെന്ന് പറയാം. കുടുങ്ങി കിടക്കുകയാണെന്ന് പറയാം. അല്ലമ്മ, എങ്ങനെ ലോക്കോടെ ചാവി ഇവിടെ? ചായ ഇതുവരെ ഇതിന്ന് എടുത്തിട്ടില്ല. കിട്ടണില്ല. എന്തെങ്കിലും പിടിച്ചിക്കണല്ലോ. സെറ്റല്ലേ? സെറ്റ്. ചായ അടിച്ച് കഴിഞ്ഞിട്ട് അറിയില്ലേ? ഇത് എവിടെയും ഒഴിവാക്കേ. അതാ സാരേ കേട്ടോ. അതിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ കേക്കില്ല, ഒന്നുമില്ല. സാരയ്യ, കേക്ക് മുറിക്കണില്ലാന്നല്ല അവള്. പോട്ടെ. അപ്പൊ ഗൈസ് കേക്ക് അതന്നോ. അപ്പൊ ഗൈസ് കേക്ക് കണ്ടിട്ടുണ്ടോ? അടിച്ച് പൊളിച്ചല്ല പിടിച്ച്. ഇതിലെന്താ സാധനം? ഇതെന്താ ഇതെങ്ങനെ ഇവിടെ എത്തി? ധാരാളം എത്തിച്ചു. ആര് കൊടുന്നു? എപ്പോ കൊടുന്നു? ഇനിയെന്താ നൊലുവിളിക്കണോ? എപ്പൊ എന്താ നൊലുവിളി മാറി ചെറിയല്ലോ. ഇപ്പൊ ഗൈസ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നൊലുവിളിച്ച അപ്പൊ അത് കാണുമ്പോ സങ്കടം വരിക. അപ്പൊ കാണിച്ചു കൊടുക്കുക കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ഇന്നൊന്നും കാണിച്ചു കൊടുക്കില്ല. അല്ലെങ്കിൽ മുറിച്ചാ നേരത്ത് കാണിച്ചു കൊടുത്തിരുന്നു. ഹാപ്പിയാ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഇനി ഗൈസ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എല്ലാവരും കുളിച്ച് മാറ്റി മുറിക്കുന്ന കാണാം അല്ലേ? ഓക്കെ അറിയാം. ആ ഗൈസ് രാത്രിയായി. ഇപ്പം ഇവിടെ ഇല്ല. ഇപ്പം കോഴിക്കോടേക്ക് എന്താ മൈക്ക് എടുക്കാൻ പോയില്ലേ? അതുകൊണ്ട് നിനുവിന് ഇപ്പം തന്നെ മുറിക്കണം. അതുകൊണ്ട് ഗൈസ് ഇപ്പം തന്നെ മുറിക്കാണ്. അല്ലെങ്കിൽ ഇപ്പച്ചില്ലാതെ മുറിക്കാൻ സങ്കടമല്ലേ? എന്നാലും ഞങ്ങൾക്ക് ഇപ്പം മുറിക്കണം ഗൈസ്. ഇപ്പം അന്ന് രാത്രി ആവോ എത്താന്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം തന്നെ മുറിക്കണം അല്ലേ? നിന്നുടെ കോസ്റ്റ്യൂം ഏതാ സാധനം? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്താ പാന്റ് തിരിച്ചാമറിച്ചിട്ട് ഇവിടെ പോട്ടത്തി കഥയമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഗൈസ് ഞാൻ പറയാ, ഇപ്പ ഇല്ലാത്തോണ്ട് ഉമ്മാക്ക് ഭയങ്കര സങ്കടം ഉണ്ടല്ലേ കേക്ക് മുറിക്കാൻ.
തിന്നിക്കാ ഇങ്ങനെ നിന്നാ ഇപ്പൊ അല്ലാത്ത സങ്കടം ഉണ്ടല്ലേ സങ്കടം കേക്ക് മുറിക്കാൻ സങ്കടം ഉണ്ടെങ്കിൽ ഇത് ഉമ്മ പറഞ്ഞു ഇപ്പൊ വന്നിട്ട് മുറിക്ക ഇവിടെ ലേറ്റ് ഇല്ല അങ്ങോട്ട് പോവാ ഉമ്മ പറയാട്ടോ ഇപ്പൊ വന്നിട്ട് മുറിച്ചാ ഇപ്പൊ തന്നെ മുറിക്കണ്ട എന്നൊക്കെയാണ് ഉമ്മ പറയണത്. അപ്പോ നമ്മളെ നീനും സമാധാനം ചെയ്യാ, സത്യം പറഞ്ഞാൽ എനിക്കും സമാധാനം ചെയ്യാ. കേക്ക് തിന്നാൻ ഇപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ മുറിക്കണത്. നിതുമാനെ വീഡിയോ എടുത്തെന്നാ ഇപ്പൊ ഗൈസ് കേക്ക് മുറിക്കണ രംഗങ്ങൾ കാണാം. നിനോടെ നിന്നാ കാണൂല. അപ്പൊ സ്റ്റൂൾ വെക്കണ ഗൈസ് ഒരു കുറച്ച് വലിപ്പം വെച്ചുകൂടി എനിക്ക് അത് കുറച്ച് വലിപ്പം കൂടിയോ എന്റെ വലിപ്പമായല്ലോ. അപ്പൊ ഗൈസ് നമ്മളെ കേക്ക് ഇതാണ്. നമ്മള് മേടിച്ച സ്ഥലം KKM ബേക്കേഴ്സ് നമ്മള് കേക്ക് മേടിച്ചിട്ടുള്ളത്. അപ്പാന്റെ ഫ്രണ്ടിന്റെ തന്നെ അല്ലേ, അപ്പാന്റെ ഫ്രണ്ടിന്റെ ഷോപ്പാണ്. അവിടുന്നാണ് നമ്മൾ സാധനം മേടിച്ചത്. ഞങ്ങള് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ അവിടുന്ന് കേക്ക് മേടിക്കലല്ലേ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാനായി. പിന്നെ ഇപ്പൊ വരാത്തതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പാക്ക് കോഴിക്കോട് വറ്റം പോയിക്കണു. ഒരു മൈക്ക് എടുക്കണം, പിന്നെ ക്യാബിള് മേടിക്കണം, കുറച്ച് സാധനം മേടിക്കണം. അപ്പോ അങ്ങനെ കോഴിക്കോട് പോയിക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്തത്. അല്ലെ ഇവിടെ ഉച്ചക്ക് തന്നെ പറഞ്ഞാണ് ഉച്ചക്ക് കട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞു ഞാൻ രാത്രി വന്നിട്ട് കട്ട് ചെയ്താൽ പോരെ ചോദിച്ചു. അപ്പോ നൈറ്റ് കട്ട് ചെയ്താൽ പോരെ ചോദിച്ചു. ഇപ്പൊ 8 മണിയായി. ഇനിയിപ്പോ ഇപ്പൊ വരാൻ 12 മണിയൊക്കെ ആവുന്ന അപ്പൊ പറഞ്ഞത്. അപ്പൊ നിങ്ങള് കട്ട് ചെയ്തോളി, അല്ലെങ്കിൽ നാളെ കട്ട് ചെയ്യാറോ. അപ്പൊ നിനൂന് പറ്റണ്ടേ, ഒക്കെ ഇന്ന് തന്നെ കട്ട് ചെയ്യണം. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കും തന്നെ കട്ട് ചെയ്യണം. ഇപ്പൊ തന്നെ തിന്നാൻ പൂതിയൊക്കെ ഉണ്ട്. ഉമ്മാക്ക് മാറ്റി ഒരുങ്ങിയാ കഴിയൂല. ഇതാണ് എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെ. മാറ്റി ഒരുങ്ങിയാ കഴിയുന്ന ഒരു അമ്മമാരുണ്ടെങ്കിൽ അപ്പോ ഹാപ്പി ബർത്ത്ഡേ 6th നീനു. ഇത് ഞാൻ എഴുതിയതാണ്. ഫെല്ലാന്നല്ല, നീനിക്കുട്ടിയല്ല ജി. അപ്പൊ ഗൈസ് നമ്മളെ റിതുവിന്റെ കേസ് പറഞ്ഞാൽ അതേമാതിരി തന്നെ ഓളൊക്കെ ഒരു പൊട്ടത്തി തന്നെ പറയുള്ളൂ. ഓളൊക്കെ ഉമ്മാനോട് ഇന്നലെ പോയി നിന്നു. ഇന്നിപ്പോ കേക്ക് മേടിച്ചു. ഓൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേക്ക്. അപ്പൊ ഓള് പാടില്ല പാവം, പീസൊന്നും വെക്കൂല. ഞാൻ ഇനിയിപ്പോ ആദ്യം തന്നെ പറഞ്ഞു ഓള് വോയിസ് ഇട്ടുണ്ടോ എനിക്കൊരു പീസ് വെക്കുക കാണിച്ചതാ. എനിക്ക് തിന്നാനാ പൂതി അതോ കാണാനാ പൂതി, അല്ല ഇങ്ങനെ വെട്ടാനാണ് പൂതി? നോക്കട്ടെ. ഉമ്മ ലുക്കായി കണ്ടേ വരുള്ളൂ. അപ്പൊ ഗൈസ് ഇതൊക്കെ പറഞ്ഞു കൂടെ എടുത്ത് വെക്കാൻ. പക്ഷെ ഒരു വല്ലക്കി എടുത്തേക്കൂലല്ലേ, ഒക്കെ നമ്മൾ ഇന്നലെ തീർക്കും. പിന്നെ എന്ത് ഞാനും ഇടക്കിടക്ക് അടിണ്ടാവണ ഇന്നൊരു അടി ഉണ്ടായി. ഞാൻ ഉമ്മ മറ്റേ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിന് നിനു എടുക്കാൻ. അത് ഞാൻ മൊത്തം എടുത്ത് തിന്ന്. അത് കൊറേ ദിവസമായി ഞാൻ മേലെ എങ്ങനെ കിടക്കണം, അത് തണുത്തിന്നു. അതുകൊണ്ട് ഫുള്ളായിട്ട് ഞാൻ എടുത്ത് തിന്നു. ഉമ്മ വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മാത്രമുള്ള വോട്ട് നിങ്ങള് BJP വോട്ട് ചെയ്ത്. ഞാൻ വോട്ട് ചെയ്തിരുന്നു ഗൈസ്. അപ്പൊ എന്റെ മാഞ്ഞു പോയതാണ്. അപ്പൊ ഉമ്മ മുറിക്കല്ലേ, ഉമ്മ മുറിച്ചാണ് റീലിൽ എടുത്താ ഇജാണ് കട്ട് ചെയ്ത്. ഞാനല്ല, എന്റെ ബർത്ത്ഡേ അല്ല. ഹാപ്പി ബർത്ത്ഡേ കത്തിങ്ങനെയാണ് ഇത്താക്കുണ്ടെങ്കിൽ മറ്റേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു നീനു കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. ഞമ്മത് കിട്ടണില്ല ഗൈസ്. മനു ഇത് പുടിച്ചാൽ ഒരാളാക്കണ്ടല്ലോ. എമ്മച്ചി കൊടുത്താല് ആദ്യം തള്ളാർക്ക് എന്നിട്ടല്ലേ കാക്കാർക്ക്. എന്നോടാണ് സ്നേഹം കൂടുതൽ വെച്ചാലും. അപ്പൊ ഗൈസ് കേക്ക് കട്ടിന്റെ പരിപാടി തുടങ്ങി. അപ്പോ അമ്മക്ക് തിന്നാൻ പൂതിയേക്കാണ് ഇങ്ങനെ കുറെ പീസ്. അപ്പൊ തന്നെ അടി കൂടി വാഴ്ത്തുന്നു. അപ്പൊ ഗൈസ് ഇത് ഞാൻ തിന്നണം. അപ്പൊ ഇത് ഗൈസ് ഇത് ഞാൻ
അജ്ജാന്റെ വർത്തകാല ഈ സാധനം രസമുണ്ട്. മുക്കി പാരല്ലടാ. അപ്പൊ ഗൈസ് അപ്പൊ എനിക്ക് വേണേന്നു തൊള്ളയിൽ തരണം. അപ്പൊ ഗൈസ് ഇത് ചെറീസ് ചെറുതായിട്ട് കുത്തുക്കണോ? വളരെ രസമുണ്ട്. വെറുതെ നിങ്ങൾക്ക് വേണം? അങ്ങനെ ഇഷ്ടമല്ല. കാക്കു കൊട്ടടാ. ഒക്കെ വാനെടുത്തിട്ട് 3 ഞാനുള്ളത്. അപ്പൊ ഗൈസ് നമ്മൾ കട്ടിങ്ങൊക്കെ എത്തുള്ളൂ. ഇത് ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ. ഒന്ന് ഓർക്കൊരു പീസ് കൊടുത്താ. എനിക്ക് സങ്കടായി. എനിക്ക് കേക്ക് തന്നില്ല. ഞാൻ അതുകൊണ്ടാ മുണ്ടാത്ത. ഞാൻ ഇക്ക് വേണ്ട. ഇനി ഇന്നോ ഇക്ക് വേണ്ട. ഇക്ക് വേണ്ട. ഇക്ക് കേക്ക് തന്നില്ല. ഇക്ക് വേണ്ട. ഇജ്ജ് തിന്നാ മതി. നീ എനിക്ക് സങ്കടായി. ഇക്ക് വേണ്ട. ആദ്യം തന്നില്ലല്ലോ. ഞാൻ അതുകൊണ്ടാ ഒന്നും ഉണ്ടായിന്. ഞാൻ തിന്നൂല. തിന്നൂല. വേണ്ടാതെ ഇജ്ജ് പാപ്പാ കൊടുത്താ. ചിക്ക് തരാത്തോണ്ട് ഞാൻ തിന്നന്നെ. എന്നാലും ചെയ്ത് മോശമായി. മോശമായിട്ടോ. ഒരാളോട് ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോ കേക്ക് കൊടുത്തിരാന്നാല് എന്താ പണ്ടിരുന്നു. ഞാൻ അതുകൊണ്ടാ വാങ്ങായി. ഞാൻ ഇനി വാങ്ങൂല. എന്റെ കേക്ക് വേണ്ടേ. കേക്ക് പോയി രാവിലെ പോയി കൊടുന്നിട്ട് പോയി കൊടുത്തതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ കുട്ടിയോട് പറഞ്ഞു. ഞാനും കൊണ്ടേ കാക്കുക്ക് കുട്ടിയാണ് എന്റെ കുട്ടി. എന്റെ പാത്തുമ്മ കുട്ടിയാണ്. എന്റെ കുട്ടിന്റെ എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്കൊരു ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ട് വായ 2 പോയി. വായ 2 കിഡിലം പാടും. അത്ര പറയാവുള്ളൂ. വേറെ ഞാൻ പറ്റൊന്നും അല്ലമ്മ. നിങ്ങളെ കിഡിലം പാടും. നിങ്ങള് പോയി. അപ്പൊ ഗൈസ് നമ്മളെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഗൈസ് ഇൻഷാ അല്ലാഹ് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം. അല്ലേ നിനു? നിനു ഹാപ്പി അല്ലേ? ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പൊ ഗൈസ് നീ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. നീ നെക്സ്റ്റ് ബർത്ത്ഡേ നമുക്ക് ഇതിലേറെ ഗ്രാൻഡ് ആക്കാം ഇൻഷാ അല്ലാഹ്. ബർക്കത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടല്ലേ. ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ എല്ലാവർക്കും തന്നുകൊണ്ടോ കേക്ക്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട ഗൈസ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ ഗൈസ്.